പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം. സകല ക്രിസ്ത്യാനികളും ഒന്നുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ തങ്ങളുടെ മധ്യസ്ഥയായി സ്വീകരിച്ചിരിക്കുന്നു. ക്രൈസ്തവ സഭ ആരംഭം മുതൽ പരിശുദ്ധ കന്യകയെ സാർവത്രികമായ മാധ്യസ്ഥത്തിൽ അഭയം തേടിയിരുന്നു. അപകടങ്ങൾ നിറഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തിരുസഭയെ ഭരിച്ചിരുന്ന പിതാക്കന്മാർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നതിന് വിശ്വാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ ഈ പരമാർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഇടവിടാതെ പരിശുദ്ധ കന്യകയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തീയ ജനത അനാഥാവസ്ഥയിൽ നിബദിക്കുമായിരുന്നു. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ ശക്തിക്ക് മകുട ഉദാഹരണമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മുടെ ദിവ്യരക്ഷകൻ പ്രവർത്തിച്ച അത്ഭുതം. തനിക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നതിനുള്ള സമയം ആഗതമാകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥം മൂലം നമ്മുടെ ദിവ്യരക്ഷകൻ കല്യാണ വിരുന്നിനിടയിൽ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. ഈ അമ്മ തുടർച്ചയായി നമുക്ക് വേണ്ടി തൻ്റെ ദിവ്യകുമാരൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം പറയാതിരിക്കുകയില്ല. സ്വർഗം നമുക്ക് സഹായത്തിനായി നൽകിയ ഈശോയുടെ അമ്മ. ഈശോ കുഞ്ഞായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നതുപോലെ നമുക്കും ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ അമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്തിയാൽ നിരാശരായി മടങ്ങി വരികയില്ലെന്ന് ഉറപ്പുണ്ട്. ഈ ഒരു മാസക്കാലം പരിശുദ്ധ അമ്മ ഈശോയിലൂടെ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.